മൂടൽ മഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ വൈകുന്നു. വിമാനത്താവളങ്ങളിലേക്ക് എത്തും മുമ്പ് യാത്രക്കാർ എയർപോർട്ടിലേക്ക് വിളിച്ച് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് വിമാന കമ്പനികളായ ഇൻഡിഗോയും എയർ ഇന്ത്യയും അറിയിക്കുന്നു. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. 400 കടന്നു എന്നാണ് റിപ്പോർട്ട്. സൂചിക വിനിത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യപരിധി വളരെ കുറഞ്ഞുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പറയൂ വിനീത, ഡൽഹിയിലെ ഈ മോർണിംഗ് എന്താണ് ഇപ്പോൾ? അതിരാവിലെ മുതൽ തന്നെ ഡൽഹിയിൽ ശൈത്യം കൂടുതലായി വർദ്ധിച്ചിരിക്കുകയാണ്. അതിശൈത്യത്തിലേക്ക് രാജ്യതലസ്ഥാനം നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. നഗരമേഖലകളിലേക്കടക്കം അതിശക്തമായിട്ടുള്ള മൂടൽമഞ്ഞുണ്ട്. ഒപ്പം തന്നെ അതിരൂക്ഷമായ വായു മലിനീകരണം കൂടിയാണ് ഡൽഹിയിൽ നിലവിലുള്ളത്. വായു ഗുണനിലവാര തോത് ഇന്ന് പല മേഖലകളിലും 400-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞ് വ്യോമ ട്രെയിൻ ഗതാഗത സർവീസുകളൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. നിരവധി വിമാനങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ വൈകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് വിമാനത്താവളത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിമാനത്താവളം അധികൃതർ ഈ ഘട്ടത്തിൽ ഒരു നിർദ്ദേശം കൂടി അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ കാറ്റഗറി 3 അനുസരിച്ചാണ് ഈ വിമാനത്താവളങ്ങളിൽ ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അത് ഈ ദൃശ്യപരിധി കുറവായ ഘട്ടത്തിലാണ് ഈ കാറ്റഗറി 3-ലേക്കടക്കം ഈ വിമാനത്താവള അധികൃതർ എത്തിയിരിക്കുന്നത്. നിരവധി വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർ അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ വിമാനത്താവളങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപായി പരിശോധിക്കണമെന്ന് ഇൻഡിഗോയും ഒപ്പം തന്നെ എയർ ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ 22 വിമാന സർവീസുകളാണ് ഡൽഹിയിൽ നിന്നുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. നിരവധി വിമാന സർവീസുകൾ വൈകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഈ കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ കൂടി ബാധിച്ചിരിക്കുകയാണ്. നിരവധി ട്രെയിനുകൾ നിലവിൽ വൈകിയോടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ചില ട്രെയിൻ സർവീസുകൾ ഡൽഹിയിൽ നിന്നൊക്കെയുള്ള ചില ട്രെയിനുകൾ റദ്ദാക്കിയതായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ മൂടൽമഞ്ഞ് അടുത്ത ദിവസങ്ങളിലേക്കും ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന അറിയിപ്പ്. തുടർന്ന് ഇന്ന് ഡൽഹിയിൽ യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.